അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്. ഇങ്ങോട്ട് വേദനിപ്പിക്കുന്നവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്, ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില കുരിശിൽ വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ബൈബിളിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു, ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും ആദ്യ മനുഷ്യനായ ആദത്തെ സൃഷ്ടിച്ചു എന്ന്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ദൈവം തൻ്റെ സ്വഭാവം നൽകി ആദത്തെ സൃഷ്ടിച്ചു. മാതാക്കന്മാരുടെ സ്വഭാവമാണല്ലോ മക്കൾക്ക് ലഭിക്കുക. ദൈവത്തിൻ്റെ സ്വഭാവം അവർക്ക് കിട്ടി എങ്കിലും പ്രലോഭനം വന്നപ്പോൾ പാപത്തിൽ വീണുപോയി. പിന്നെ നമുക്ക് ആദത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ സ്വഭാവം കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടാണ്. പിന്നീടുണ്ടായ സന്തത പരമ്പരകളും പാപത്തിൻ്റെ ഭാഗമായതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം എന്ത് എന്ന് അവരിലേക്ക് നോക്കി കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ യേശുവിനെ കാണുന്നു. യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ്. എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. ദൈവപിതാവിനെ നമ്മളാരും കണ്ടിട്ടില്ല. എന്നാൽ ദൈവപിതാവിനെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയണമോ നമ്മൾ യേശുവിനെ അറിഞ്ഞാൽ മതി. കാരണം യേശു പറഞ്ഞു, ഞാനും പിതാവും ഒന്നാണ് എന്ന്. യേശുവിനെ അറിയുവാൻ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമാണ്. കാരണം യേശു ചരിത്രത്തിൽ പിറന്ന ഒരു ചരിത്ര പുരുഷനാണ്. നമുക്ക് യേശുവിലേക്ക് നോക്കാം. എന്താണ് യേശുവിൻ്റെ സ്വഭാവം? യേശുവിൻ്റെ സ്വഭാവം തന്നെ തന്നെ നൽകി സ്നേഹിക്കുക എന്നതാണ്. സ്വയം ദാനം ചെയ്ത് സ്നേഹിക്കുക, സ്വയം കൊടുത്ത് സ്നേഹിക്കുക. ഇതാണ് യേശുവിൻ്റെ സ്വഭാവം. തൻ്റെ ജീവനും രക്തവും തനിക്ക് എന്തൊക്കെ ഉണ്ടോ എല്ലാം കൊടുത്തു സ്നേഹിച്ചവനാണ് യേശു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിൽ പല ബന്ധങ്ങളുണ്ട്. മാതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യ ഭർത്താക്കന്മാർ, ഇങ്ങനെ പല ബന്ധങ്ങളുമുണ്ട്. ഇതിൽ ഏത് ബന്ധമാണ് സ്വയം ദാനത്തിൻ്റെ സ്നേഹം ആവശ്യപ്പെടുന്നത്? നമുക്കറിയാം, അത് ഭാര്യാഭർത്തൃ ബന്ധമാണ്. ഒരു ഭാര്യ കുറച്ച് പരോപകാര പ്രവൃത്തികൾ ഭർത്താവിന് ചെയ്തു കൊടുത്തതുകൊണ്ടോ, ഭർത്താവ് ഭാര്യയ്ക്ക് കുറച്ച് പരസ്നേഹ പ്രവൃത്തികൾ ചെയ്തു കൊടുത്തതുകൊണ്ടോ അത് ഭാര്യാഭർത്തൃ ബന്ധമാകുകയില്ല. ഭാര്യാഭർത്തൃ ബന്ധമാകണമെങ്കിൽ തന്നെ തന്നെ കൊടുക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അങ്ങനെ ഈ സ്വയം ദാനത്തിൻ്റെ ഈ സ്നേഹം നമുക്കറിയാം, അത് യേശുവിൻ്റെ സ്വഭാവമാണ്. അതുതന്നെയാണ് നമ്മൾ ത്രിത്വത്തിൽ കാണുന്നതും അങ്ങനെയാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്വയം ദാനത്തിൻ്റെ സ്നേഹമാണ്
ദൈവത്തിൻ്റെ സ്വഭാവം. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം പ്രകാശിപ്പിക്കുന്ന ആ സ്വഭാവം അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. അത് വിശുദ്ധമാണ്, അത് ദൈവികമാണ്. അതുകൊണ്ട് ഭാര്യ ഭർത്തൃ ജീവിതത്തിലേക്ക്, വിവാഹ ജീവിതത്തിലേക്കുള്ള വിളി തന്നെ വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. സ്വയം ദാനത്തിന് സ്നേഹം പ്രകാശിപ്പിച്ച് വളരുവാനുള്ള വിളിയാണത്. തന്നെ കൊടുത്ത് സ്നേഹിക്കുന്ന സ്നേഹമായതുകൊണ്ട് ആ ബന്ധത്തിൽ ഉടയുന്നത് സ്വാർത്ഥതയാണ്. എല്ലാ പാപത്തിൻ്റെയും ഒരു കേന്ദ്ര സ്ഥലമാണ് സ്വാർത്ഥത എന്ന് പറയുന്നത്. എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം, ഞാൻ വിചാരിച്ച പോലെല്ലാം നടക്കണം. ആ സ്വാർത്ഥത എന്നതിനെ ഉടയ്ക്കാൻ പ്രേരിപ്പിക്കുന്ന ബന്ധമാണിത്. സ്വാർത്ഥത ഉടച്ചാണ് ഈ ബന്ധത്തിന് വളരേണ്ടത്. വിവാഹ ജീവിതത്തിലേക്കുള്ള വിളി തന്നെ ശരിക്കു പറഞ്ഞാൽ അത് സ്വാർത്ഥതയോടുള്ള മരണമാണ്. എൻ്റെ ഇഷ്ടം, എൻ്റെ താല്പര്യം അതെല്ലാം ഉടച്ചു കളഞ്ഞാൽ മാത്രമേ ഈ ബന്ധം വിജയിക്കുകയുള്ളൂ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ബന്ധപ്പെടുത്തുക. ഇവിടെ ഇരിക്കുന്ന വിവാഹിതരായിട്ടുള്ള സഹോദരങ്ങൾ, നിങ്ങളൊരു ആത്മപരിശോധന ചെയ്ത് നോക്കുക. എനിക്കെന്തുമാത്രം എൻ്റെ ഇഷ്ടത്തോട് വിട പറയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പരിശോധിക്കുക. ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും സ്വന്തം താല്പര്യങ്ങൾ അടിയറ വയ്ക്കാൻ പ്രേരിപ്പിക്കപ്പെടുന്ന, നിർബന്ധിക്കപ്പെടുന്ന നിരവധി അവസരങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഈ കുടുംബജീവിതം. ഹല്ലേലൂയ. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു കാട്ടിൽ ഒരു പുലിയുടെയും പുലിച്ചയുടെയും വിവാഹം നടക്കുകയാണ്. എല്ലാ മൃഗങ്ങൾക്കും ക്ഷണമുണ്ട്. സമയമായപ്പോൾ ക്ഷണിക്കപ്പെട്ട മൃഗങ്ങളെല്ലാം വന്നു. മണവാളനും മണവാട്ടിയും സ്റ്റേജിൽ ഹാജരായി. തുടർന്ന് ആഘോഷങ്ങൾ ആരംഭിച്ചു. സ്റ്റേജിൽ കിടന്നുകൊണ്ട് മണവാളൻ പുലിയും പുലിച്ചയും പാട്ടുപാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നു. താഴെ മൃഗങ്ങളെല്ലാം പാട്ടുപാടുന്നു, ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ മൊത്തം ആഘോഷമാണ്. ആഘോഷം ഇങ്ങനെ തിമിർത്ത് നടക്കുന്ന സമയത്ത് എവിടെ നിന്നോ ഒരു പൂച്ച ഈ സ്റ്റേജിലേക്ക് ചാടിക്കയറി. എന്നിട്ട് മണവാളൻ പുലിയുടെ ചെവിയിൽ എന്തോ പറഞ്ഞിട്ട് ചാടി ഓടി ഇറങ്ങിപ്പോയി. അതിനുശേഷം മണവാളൻ പുലിക്ക് പാട്ടുമില്ല, ഡാൻസുമില്ല, ആളാകെപ്പാടെ അങ്ങ് മൂകനായിപ്പോയി. എല്ലാവർക്കും സങ്കടമായി. എല്ലാവരും ഈ പൂച്ച എന്താണ് മണവാളൻ പുലിയുടെ ചെവിയിൽ പറഞ്ഞത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമായി. അങ്ങനെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇതാണ്. പൂച്ച പറഞ്ഞു, എടാ, ഒരു കാലത്ത് ഞാനും നിന്നെപ്പോലൊരു പുലിയായിരുന്നു. കല്യാണം കഴിച്ചതോടെ പൂച്ചയായിപ്പോയതാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും എത്ര താല്പര്യങ്ങളോട് വിട പറഞ്ഞ് വേണം ഈ ബന്ധത്തെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ. ഒന്ന് കൈയുയർത്തി കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തുക. സ്വാർത്ഥതയോടെ, സ്വന്തം ഇഷ്ടത്തോട് വിട പറയുന്നതായതുകൊണ്ടാണ് ഈ ബന്ധത്തിലേക്ക് നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞു, നിങ്ങളിനി രണ്ടല്ല ഒന്നാണ് എന്ന്.
ഒന്നായിത്തീരുന്ന ബന്ധമാണിത്. ഞാനൊരിക്കൽ ഒരു സഹോദരിയോട് ചോദിച്ചു, നിങ്ങൾ ഒന്നാണോ? അപ്പോൾ ആ സഹോദരി പറഞ്ഞു, അച്ഛാ ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ, ഞാൻ ഒരു 95% എന്നെ തന്നെ കൊടുത്ത് എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 75-78 എനിക്ക് കിട്ടുന്നുള്ളൂ. ഹല്ലേലൂയ. ഇത് ചിലരുടെ കുടുംബജീവിതത്തിലെ ഒരു സ്വകാര്യ ദുഃഖമാണ്. ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നിടത്തോളം സ്നേഹം ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ എന്ന സങ്കടം. ഹല്ലേലൂയ. വേറൊരിക്കൽ ഞാനൊരു കുടുംബനാഥനുമായി സംസാരിക്കുകയായിരുന്നു. നിങ്ങളൊന്നാണോ എന്ന് ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ ഭാര്യയെ ഒരു 75% മനസ്സിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൾ എന്നെ ഒരു 60-62% മനസ്സിലാക്കുന്നുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ 2 ശ്രദ്ധേയമായ പരാതികൾ. ഒന്ന്, ഞാൻ അങ്ങോട്ട് കൊടുത്തിടത്തോളം സ്നേഹം ഇങ്ങോട്ട് കിട്ടുന്നില്ലല്ലോ. 2, എന്നെ മനസ്സിലാക്കുന്നില്ല എന്നത്. ഈ 2 പരാതികൾ മിക്ക ഭാര്യാഭർത്തൃ ബന്ധത്തിൻ്റെ ഇടയിലും ഉണ്ട്. ഈ പരാതി വെച്ചുകൊണ്ട് ഭാര്യ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു, ഭർത്താവ് ഭാര്യയെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് തന്നെ ഒരു ചെറിയ വിടവ് ഈ ബന്ധത്തിനകത്ത് വരുന്നുണ്ട്. പക്ഷേ കുറ്റപ്പെടുത്തിയത് കൊണ്ട് ആ വിടവ് ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ഹല്ലേലൂയ. ആ വിടവ് ഒരു യാഥാർത്ഥ്യമാണ്. ആ വിടവിലേക്ക് യേശുവിനെ ക്ഷണിച്ചാൽ മാത്രമേ ആ വിടവ് ഇല്ലാതായി തീരുകയുള്ളൂ. ഹല്ലേലൂയ. ഒരു ഭർത്താവ് എന്തുമാത്രം ഭാര്യയോട് അടുക്കാൻ ശ്രമിച്ചാലും അപ്പോഴും അങ്ങനെ അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന ഒരു ചിന്ത ഉണ്ടാകും. അതുപോലെ തന്നെ ഭാര്യ എന്തുമാത്രം ഭർത്താവിനോട് അടുക്കാൻ ശ്രമിച്ചാലും പിന്നെയും അവിടെ ഒരു ചെറിയ വിടവുണ്ടാകും. എന്നാൽ നീ യേശുവിനോട് അടുക്കുകയാണെങ്കിലോ അവരുടെ സങ്കല്പങ്ങൾക്ക് അതീതമായി ആ വിടവ് ഇല്ലാതായിത്തീരുന്ന അനുഭവം അവർക്കുണ്ടാകും. ഹല്ലേലൂയ. 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 അങ്ങനെ യേശുവിനോട് കൂടുതൽ നിങ്ങൾ അടുക്കും തോറും നിങ്ങളുടെ ചിന്തകൾക്ക് അതീതമായി നിങ്ങൾക്ക് പരസ്പരം ഐക്യപ്പെടാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഈ വചനത്തെ ഇങ്ങനെ പൂർണ്ണമാക്കാം. ഭാര്യയും ഭർത്താവും ഒന്നാണ്, അവർ യേശു ക്രിസ്തുവിൽ ഒന്നാണ്. ഹല്ലേലൂയ. അങ്ങനെ അവർക്ക് ഒന്നായി തീരുവാൻ സാധിക്കുകയുള്ളൂ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ. ചില ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങോട്ട് അകന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരുമിച്ച് ജീവിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ആ രീതിയിൽ അകന്നു പോകുന്ന ദമ്പതിമാരുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം അവർ ഒരുമിച്ച് ജീവിച്ചപ്പോൾ അവർക്കുണ്ടായ ചില മുറിവുകളാണ്. ആ മുറിവ് അവരുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം നമ്മൾ ആരെങ്കിലും അവരെ ഐക്യപ്പെടുത്താൻ നോക്കിയാൽ ഒരിക്കലും അവർ സഹകരിക്കുകയില്ല.
അപ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മുറിവ് ഉണങ്ങുക എന്നതാണ് പ്രധാനപ്പെട്ടത്. സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ഒരു ധാരണയുണ്ട്, ആരാണോ നമുക്ക് മുറിവ് തന്നത് അവർക്ക് മാത്രമേ ഈ മുറിവ് ഉണക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ചിന്ത. എന്നാൽ മുറിവ് തന്നവർ പലപ്പോഴും ആ മുറിവ് ഉണക്കാൻ തയ്യാറാകാറുമില്ല. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന മുറിവുകൾ അവർ ഇങ്ങനെ ചുവന്നു നടക്കുകയാണ്. കാരണം അവരുടെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ, മുറിവ് തന്ന വ്യക്തിക്ക് മാത്രമേ മുറിവ് ഉണക്കാൻ പറ്റുള്ളൂ. മുറിവ് തന്ന വ്യക്തി മുറിവ് ഉണക്കാൻ തയ്യാറുമില്ല. അപ്പം അങ്ങനെ മുറിവുമായി ജീവിക്കുന്ന പലരുമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് ആര് മുറിവ് തന്നാലും ആ മുറിവ് സുഖപ്പെടുത്തി തരുന്നത് നമ്മുടെ കർത്താവായ യേശുവാണ്. ഹല്ലേലൂയ. പിതാവായ ദൈവം യേശുവിനെ ഏൽപ്പിച്ച ശുശ്രൂഷയാണ് മുറിവുണക്കുക എന്നത്. യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭത്തിൽ സിനഗോഗിൽ പ്രവേശിച്ച് വിശുദ്ധ ഗ്രന്ഥമെടുത്ത് അവിടുന്ന് വായിച്ചു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ വിധത്തിലുള്ള മുറിവിനെയും സുഖപ്പെടുത്തുവാനായിട്ടാണ് പിതാവ് യേശുവിനെ അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് മുറിവുണക്കുക, മുറിവ് സുഖപ്പെടുത്തുക എന്നത് ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയാണ്, ഹിസ് മിനിസ്ട്രിയാണ്. ഹല്ലേലൂയ. അവനെ നമ്മുടെ മുറിവ് സുഖപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെയും, ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തു നമ്മളെ ഈ ഷോയിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തുവിന് കുരിശിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടോ അത് മുഴുവനും ഇതാ യേശുവിന് കിട്ടി, തിരിച്ചു കിട്ടി. ഹല്ലേലൂയ. മരണം ഉയർപ്പായി, അപമാനത്തിൻ്റെ കുരിശ് രക്ഷയുടെ ചിഹ്നമായി മാറി. യേശുവിൻ്റെ ശരീരത്തിലെ മുറിവുകൾ മാനവരാശിയെ സുഖപ്പെടുത്തുന്ന ഔഷധമായി മാറി. ഈശോ ചിന്തിയ രക്തം സർവ്വമനുഷ്യൻ്റെയും പാപത്തെ കഴുകിക്കളയുന്ന രക്തമായി മാറി. ഹല്ലേലൂയ. ക്രിസ്തുവിന് കുരിശിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടി. പക്ഷേ നമ്മൾ പരിശോധിക്കൂ, അത് തിരിച്ച് കിട്ടിയത് നഷ്ടപ്പെടുത്തിയവർ മടക്കി കൊടുത്തത് കൊണ്ടാണോ? അല്ല, പിതാവായ ദൈവമാണ് അത് മടക്കി കൊടുത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ നമ്മുടെ മുമ്പിൽ വന്നെന്ന് പറയുവാനുള്ളത്, നിനക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അത് മുഴുവനും പിതാവായ ദൈവം നിനക്ക് മടക്കി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ നമുക്ക് മടക്കി കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ മുറിവേൽപ്പിച്ചവരെ കൊണ്ട് മുറിവുണക്കാനായിട്ട് കാത്തിരിക്കുന്നു എന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. എൻ്റെ കർത്താവാണ് എൻ്റെ മുറിവുണക്കുന്നത് എന്ന് മനസ്സിലാക്കി നാം ഈശോയുടെ അടുക്കലേക്ക് വന്നാൽ, അതോടൊപ്പം തന്നെ ഈ മുറിവേൽപ്പിച്ചവർക്കൊന്നും മുറിവുണക്കാനുള്ള കഴിവില്ലെന്ന് മനസ്സിലാക്കിയാൽ പൂർണ്ണമായ സൗഖ്യം നമുക്ക് ഈശോയിൽ നിന്ന് സ്വീകരിക്കാനായിട്ട് കഴിയും. ഒന്ന് കൈയടിച്ച് പ്രൈസ് ദി ലോർഡ്. അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല. ഒരു കൂട്ടര് ജീവിതത്തിൽ ബലഹീനരാണെന്ന് അറിയുന്നവര്, മറ്റവര് അറിയാൻ പോകുന്നവര്
വിലയുണ്ട്. ഇങ്ങോട്ട് സ്നേഹം തരാത്തവരെ സ്നേഹിക്കുന്നതിന് വിലയുണ്ട്. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അതിന്റെ വില